സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലൊക്കെയും വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടക്കുകയാണ്. ഈ ഡിസ്ട്രിക്ട് സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 88 വില്ലേജ് ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ ഇതിന്റെ പൂർണ്ണരൂപം നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരും. അനന്തൻ, എങ്ങനെയാണ് ഈ പരിശോധനയിൽ പാളിച്ചയുണ്ടാകുന്നത്? എന്താണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ? പരിശോധന നടക്കുന്ന ഒരു സാഹചര്യവും എന്താണ്? അക്ഷയ, സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതലാണ് ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ വിജിലൻസ് വില്ലേജ് ഓഫീസുകളിൽ മിന്നൽ പരിശോധന ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ 13 വില്ലേജ് ഓഫീസുകളടക്കം സംസ്ഥാനത്തെമ്പാടുമുള്ള 88 വില്ലേജ് ഓഫീസുകളിലാണ് ഈ മിന്നൽ പരിശോധന നടക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ പരിശോധന നടക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യേക സംവിധാനം ഈ പൊതുജനങ്ങൾക്ക് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ വില്ലേജ് ഓഫീസിൽ എത്താതെ തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് വിവിധ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഈ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അതിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി രഹസ്യവിവരവും ഒക്കെ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രവർത്തനം, അത് സർക്കാർ വലിയ ആശ്വാസമായി, ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി നടപ്പാക്കിയ ഒരു പദ്ധതി കൂടിയാണ്. അതപ്പോൾ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയില്ലാത്തത് മൂലവും ഉദ്യോഗസ്ഥർ കൃത്യമായി അത് പ്രവർത്തിപ്പിക്കാത്തത് മൂലവും അത് അവതാളത്തിലായി എന്നുള്ള പരാതിയാണ് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്.